ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ഹാംസ്റ്റർ കുട്ടന്മാരുടെ കൂട് ക്ലീൻ ചെയ്യാൻ പോവാട്ടോ. ഇത് നോക്ക്, ഫുള്ള് വൃത്തികേടാക്കി ഇട്ടേക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ഒരു 1 or 2 വീക്സ് ആയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ടാലും വീണ്ടും അത് ചീത്തയാക്കും, അപ്പം തന്നെ ചീത്തയാക്കും. ഇത് കണ്ടോ, ഇതാട്ടോ നമ്മുടെ കിയാരയ്ക്ക് ഇപ്പം അടുത്ത കുറേ കുഞ്ഞുങ്ങളുണ്ടായേക്കുക കേട്ടോ. അപ്പം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പം ഈ കൂട് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല, ആകെ കുളമായി കിടക്കുകയാണ്. ഇതൊക്കെ ഫുഡാട്ടോ അതിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ അനക്കരുത്, പകരം ഇവരെ രണ്ടുപേരെയും നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നു. ഇതാണ് കിയാര. ഇവിടെ ടാക്കയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഈ സമയം എല്ലാവരും ഭയങ്കര ഉറക്കമായിരിക്കും. അപ്പോൾ ഇത് ടാക്ക. അപ്പോൾ ടാക്കയുടെയും കിയാരയുടെയും കുഞ്ഞുങ്ങളാണ് ഇവരൊരു 4 പേരുണ്ട് കേട്ടോ. നേരത്തെ ഒരു ഷോർട്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇവരെ പറ്റി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഇവരെ പറ്റി അറിയാൻ കഴിയും കേട്ടോ. ഇത് കണ്ട് എല്ലാവരും നല്ല ഉറക്കം കേട്ടോ. നമുക്ക് ഇവരെ രണ്ടുപേരെ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുന്നു, ഈ കേജ് എങ്ങനെ വൃത്തിയാക്കാൻ പറ്റും എന്നൊക്കെയുള്ള വീഡിയോ കേട്ടോ ഇന്ന്. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്ക്, കുഞ്ഞുങ്ങളാട്ടോ അത്. എൻ്റെ സൗണ്ട് കേട്ടിട്ടായിരിക്കും കിയാര ഓടി വന്നത്. എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ, കുറേ പേരുണ്ട്. അപ്പം നമ്മുടെ ഹാംസ്റ്റർ കുട്ടന്മാരുടെ കൂടുകൾ ശരിയാക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ വഴിയെ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിന് കിടക്കാനുള്ള ഈ പാർട്ടിക്കിൾസൊക്കെ എന്താണ്, ഈ കൂട് എങ്ങനെ അഴിക്കണം, അതെല്ലാം പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഹാംസ്റ്റർ കുഞ്ഞുങ്ങളുടെ കൂട്ടിലുള്ള ഇത് കണ്ടോ, മരപ്പൊടി അതെല്ലാം എടുത്ത് മാറ്റാൻ പോവാം കേട്ടോ. അതിനായിട്ട് ആദ്യം ഈ കാണുന്ന വൈറ്റ് ക്ലിപ്പ് കണ്ടോ, ഇതൊന്ന് അഴിച്ചെടുക്കുക കേട്ടോ. ഇത് ഈസി ആയിട്ടോ അഴിച്ചെടുക്കാൻ, ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്താൽ മതി, അപ്പോൾ ഇത് ഡിറ്റാച്ച് ചെയ്ത് പൊക്കോളും. അപ്പോൾ 2 സൈഡിലും ഉണ്ട്, 2 സൈഡിലുള്ളതും അഴിച്ചെടുക്കണേ. ഈ 2 ക്ലിപ്പ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് കേജ് എടുത്ത് മാറ്റാൻ പറ്റും കേട്ടോ. ചുമ്മാ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ എന്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നേ. അടിയിൽ നമ്മുടെ ഹാംസ്റ്റർ കുട്ടന്മാർ ഇരിപ്പുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് ഓർത്ത് ഇരിക്കാൻ തോന്നുന്നു. ഇത് നമ്മളിങ്ങനെ പിടിച്ചപ്പോൾ കണ്ടോ, നമുക്കിതിങ്ങനെ ഇളക്കാൻ പറ്റും കേട്ടോ ഈസി ആയിട്ട്. ഇപ്പോൾ ഇത് 2 ഹാംസ്റ്റർ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിനി ഇവരെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ബക്കറ്റ് ക്ലീനാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഹാംസ്റ്റർ കുഞ്ഞുങ്ങളെ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു സംഭവം ഇട്ടിട്ട് വേണം ഇടാൻ. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ആ ബക്കറ്റിൻ്റെ അകത്ത് ഇടുന്നത്. ഈ ഹാംസ്റ്റേഴ്സിനെ നമ്മൾ വെള്ളം ഒക്കെ വെച്ച് കുളിപ്പിക്കാൻ പാടില്ല കേട്ടോ, അത് ചത്തുപോകും പെട്ടെന്ന്, അതിന് വെള്ളം പാടില്ല. അപ്പോൾ നമ്മൾ ഈ ബാത്തിങ് സാൻഡ് ഇട്ടാണ് അതിനെ കുളിപ്പിക്കുന്നത്. നമ്മൾ കുളിപ്പിക്കേണ്ട, അത് തന്നെ കുളിച്ചോളും. അപ്പോൾ ഈ സാൻഡ് സാധാ നമ്മൾ ഈ കടൽ തീരത്തൊക്കെ കാണുന്ന ടൈപ്പ് സാൻഡില്ല, അതുപോലെ ഇരിക്കും കേട്ടോ. ഇതാണ് ബക്കറ്റിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ചിൻചില്ല എന്ന് പറയുന്നത് ഹാംസ്റ്റേഴ്സ് അല്ല, ഇവരൊക്കെ റോഡൻസ് എന്ന് പറഞ്ഞൊരു ഓർഡറിൽ വരുന്ന കേട്ടോ. അപ്പോൾ ഇവർ ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കും, ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് റാറ്റിനെ പോലെയൊക്കെ തോന്നും, അത് ശരിക്കും റാറ്റും റോഡൻസ് എന്ന് പറഞ്ഞ ഓർഡറിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതുപോലത്തെ സിമിലാരിറ്റീസ് തോന്നുന്നത്. ഇവർക്ക് ഏകദേശം ഒരേ സിമിലാരിറ്റീസാണ്. റാറ്റ്സ് മാത്രമല്ല, അണ്ണാനൊക്കെ ഇല്ലേ, അതൊക്കെ ഈ റോഡൻസിൽ വരുന്നതാണ്. അപ്പോൾ ഈ ചിൻചില്ല എന്ന് പറയുന്നതും ഒരു റോഡൻസിൽ വരുന്ന ഹാംസ്റ്റേഴ്സിനെ പോലെ ഉള്ള ഒരു പെറ്റാണ്. ഇനി നമുക്ക് ഈ റൂഫ് ഇളക്കി മാറ്റാം കേട്ടോ. അപ്പോൾ ആ കൊളുത്ത് കണ്ടില്ലേ, അതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ അത് വിട്ട് വെക്കോളും. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേജ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസിയാണ് എല്ലാം എടുത്ത് മാറ്റാൻ, പക്ഷേ കുറച്ച് ശക്തി കൊടുക്കണം, പെട്ടെന്ന് അങ്ങ് വിട്ടു പോരില്ല കേട്ടോ. ഇതാ ഞാൻ റൂഫ് എടുത്ത് മാറ്റി. അങ്ങനെ ഇതിൻ്റെ ഓരോ പാർട്സും ഞാനിപ്പോൾ എടുക്കുക കേട്ടോ. എല്ലാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ കേജിൻ്റെ കമ്പിയുടെ ഇടയിൽ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ, അതിങ്ങനെ പൊക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും നമ്മൾ ക്ലീൻ ചെയ്ത ബക്കറ്റിലേക്ക് എടുത്തിടാം കേട്ടോ. അങ്ങനെ നമ്മൾ ഹാംസ്റ്റർ കുട്ടന്മാരെ സെപ്പറേറ്റ് ചെയ്തു.
ഇവരെ എടുക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് മുതുകത്ത് ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. ഈ പൂച്ചേനെയൊക്കെ എടുക്കുന്ന പോലെ വേദനയൊന്നും എടുക്കത്തില്ല. ഇപ്പം എല്ലാവരും ബോഡിയൊക്കെ ക്ലീൻ ചെയ്യാട്ടോ. ഇങ്ങനെയാണ് ഹാംസ്റ്റേഴ്സ് കുളിക്കുന്നത്. ഇനി നമുക്ക് ടാക്കയുടെ കൂട് സെപ്പറേറ്റ് ചെയ്യാട്ടോ. ഞാൻ ടാക്കേനെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. എന്ത് ക്യൂട്ടാണല്ലേ കാണാൻ. നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ആള്. ഈ കൂട് ചെറുതായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ. അങ്ങനെ ഒരുപാട് പാർട്സ് ഒന്നും ഇല്ല എടുത്ത് മാറ്റാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം മൊത്തത്തിലുള്ള ഒരു കോലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവസ്ഥ. ഇതെല്ലാം നമുക്ക് ഫുൾ ക്ലീൻ ചെയ്യണം. കിയാരേനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, കൂടും അനക്കാൻ പാടില്ല കേട്ടോ. കാരണം ഇതിന് പെട്ടെന്ന് പേടിയുള്ള കൂട്ടരാ. അപ്പോൾ ഇവർ പേടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് കഴിക്കും. നേരത്തെ ഇതുപോലെ കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടായതാണ്. അപ്പം അതിനെ ഇത് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുതേ. ആദ്യം തന്നെ നമ്മൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഈ വേസ്റ്റ് എല്ലാം ഇടാം, എന്നിട്ട് കൊണ്ട് കളയാം. ഓക്കെ, ഇതെല്ലാം കണ്ടോ, ഈ വേസ്റ്റ് എല്ലാം കൊണ്ടിടുക. അതുപോലെ ഇവിടെയുണ്ട്, അതൊക്കെ നമ്മൾ ഉള്ള് എടുത്ത് മാറ്റിയിടാൻ പോവാണേ. വലിയ കൂടിൻ്റെ ബാക്കി പാർട്സൊക്കെ ഇനി ഞാൻ അഴിച്ചെടുക്കുക കേട്ടോ. കുറച്ച് പാടാണ് ആ താഴത്തെ ആ ബേസ് അഴിച്ചെടുക്കാൻ. അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ, കാരണം നല്ല സ്റ്റക്കായിട്ടിരിക്കുകയാണ് അതിൽ. ഫൈനലി ഞാനതെടുത്തു. ഇനി നമുക്ക് ഹാംസ്റ്ററിൻ്റെ വാട്ടർ ബോട്ടിലും ഇത് കളിക്കുന്ന എക്സസൈസ് വീലും എടുത്ത് മാറ്റണേ ഇതിന്ന്. അപ്പം ഞാൻ ഈ വേസ്റ്റ് കളഞ്ഞിട്ട് ഓടി വരാവേ. അപ്പം ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു കേട്ടോ. ഞാൻ ഈ വേസ്റ്റൊക്കെ കളഞ്ഞത് നമ്മുടെ ഇവിടെ ഇതുപോലെ കുറേ തെങ്ങുണ്ട്. അപ്പോൾ ഈ തെങ്ങിൻ്റെ താഴെ ചുവട്ടിലിട്ടാൽ മതി, അതങ്ങ് അഴുകിപ്പൊക്കോളും. അപ്പോൾ ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന വിമ്മില്ലേ, അതും ഈ സ്ക്രബും വെച്ച് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. ഞാൻ കഴുകാൻ എളുപ്പത്തിന് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഹാംസ്റ്റേഴ്സിൻ്റെ കേജ് ഉണങ്ങി കേട്ടോ, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല. അപ്പം നമുക്കിതൊക്കെ എടുത്ത് ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാർട്സായിട്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ വുഡ് ഫൈബറും ഇതിൻ്റെ സാൻഡും ആണ് ബെഡിങ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വുഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ ഇതാണ് വുഡിൻ്റെ തോലുണ്ടല്ലോ, അതിൻ്റെ ചെറിയ പീസസ് ആട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആട്ടോ നമ്മൾ ഇടണ്ടേ. അപ്പോൾ ആദ്യം നമ്മൾ ഈ കുറച്ച് സാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സാൻഡ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വുഡ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്പർ 1 ഒക്കെ ഇടുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ സാൻഡും കൂടി ഇടുമ്പോൾ അധികം സ്മെല്ല് വരില്ല.
ഞങ്ങൾ കഴിഞ്ഞ തവണ ക്ലീൻ ആക്കിയപ്പോഴാട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇങ്ങനെ വലിയ പാക്കറ്റിൽ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇത്രയും തീരാറായി. ഇങ്ങനെയാണ് വുഡ് ഫൈബേഴ്സ് ഇരിക്കുന്നത്. അത്യാവശ്യത്തിന് കൈവെള്ളയിൽ എടുത്തിട്ട് ട്രേയിലിട്ട് കൊടുക്കുക കേട്ടോ. ട്രേ കവിയുന്നത്ര ഇടണ്ട, കാരണം കുറേ കഴിയുമ്പോൾ ഹാംസ്റ്റേഴ്സ് ഇതൊക്കെ തട്ടി താഴെ ഇടും, നമ്മുടെ ഫ്ലോറൊക്കെ ചീത്തയാകും. ഞാൻ ഇട്ടേക്കുന്ന അത്രയും വുഡ് ഫൈബേഴ്സ് ഇട്ടാൽ മതിയേ. ബെഡ് പോലെ ആക്കാൻ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് അമുക്കി കൊടുക്കുക. ഇനി നമുക്ക് ഓരോ പാർട്സും അഴിച്ചതുപോലെ തന്നെ ഫിക്സ് ചെയ്യാം കേട്ടോ. കേജ് എടുത്ത് ട്രേയിൽ വെച്ചിട്ട് ഞാൻ ആദ്യം കാണിച്ചു തന്ന ക്ലിപ്പ് വെച്ച് ഫിക്സ് ചെയ്യാം കേട്ടോ. ആ വൈറ്റ് ക്ലിപ്പിൽ 2 കൊളുത്തുണ്ട്. അത് ആ കേജിൻ്റെ കമ്പിയുടെ ഇടയിൽ കൊളുത്തിയിട്ട് അടിയിലൊന്ന് പുഷ് ചെയ്താൽ കേജ് ഫിക്സ് ആയിട്ടോ. എൻ്റെ കയ്യിൽ ഈ പ്ലേറ്റ് പോലെ ഇരിക്കുന്ന സംഭവമാണ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫ്ലോർ. ഇതിലാണ് ഹാംസ്റ്റേഴ്സ് നടക്കുന്നതും ഇടയ്ക്ക് ഉറങ്ങുന്നതും. ഇതിൽ കാണുന്ന ഈ വലിയ ഓപ്പണിംഗ് കണ്ടോ, ഹാംസ്റ്റേഴ്സിന് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ലൈഡർ ഇതിലാട്ടോ ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് വേണം കേജിലേക്ക് ഈ പ്ലാറ്റ്ഫോം ഫിക്സ് ചെയ്യാൻ. ഞാൻ കാണിച്ച 2 കൊളുത്ത് കേജിൻ്റെ ബാർസിൻ്റെ ഇടയിൽ വെച്ച് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാട്ടോ. ഇതൊരു 3 ടയർ കേജാണ്, അതുകൊണ്ട് തന്നെ 2 പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ ഇതിന്. ഞാനൊരു സാധനം വെക്കാൻ മറന്നുപോയേ. ഈ വൈറ്റ് കളർ സാധനമാണ് ഹാംസ്റ്റേഴ്സിൻ്റെ ഹൈഡിംഗ് ബോക്സ്. ഇത് ഫിക്സ് ചെയ്യേണ്ടത് ഈ കാണുന്ന പ്ലാറ്റ്ഫോമിലുള്ള ചെറിയ 2 ഓപ്പണിങ്ങിലാട്ടോ. മിക്കവാറും ഇതിൻ്റെ അകത്താണ് ഹാംസ്റ്റേഴ്സ് ഉറങ്ങാറ്. ഇനി നമുക്ക് ഹാംസ്റ്റേഴ്സിൻ്റെ വീല് ഫിക്സ് ചെയ്യാം. ഇതിലാണ് ഹാംസ്റ്റേഴ്സ് എക്സസൈസ് ചെയ്യുന്നത്. വീല് തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് സ്പിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. നമ്മളിത് ഫിക്സ് ചെയ്യുമ്പോൾ സ്പിന്ന് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനാണ് ഞാൻ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, റൂഫും കൂടി അസംബിൾ ചെയ്താൽ ഈ വലിയ കേജ് കംപ്ലീറ്റ് ആകും. ഈ കേജ് അഴിക്കുന്ന സമയത്ത് റൂഫ് എങ്ങനെ അഴിക്കണമെന്ന് പറഞ്ഞു തന്നായിരുന്നു. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ റൂഫിലുള്ള കൊളുത്ത് കേജിൻ്റെ ബാഴ്സിൽ ലോക്കായോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ കേജ് കണ്ടാൽ എങ്ങനെയുണ്ട്? കടയിൽ നിന്നും വാങ്ങിച്ച പോലില്ലേ? ഇനി ടാക്കയുടെ കേജും ഇതേ രീതിയിൽ അസംബിൾ ചെയ്യാം. സെയിം കാര്യങ്ങൾ തന്നെ. സാൻഡും വുഡ് ഫൈബേഴ്സും ട്രേയിലിടുക. ഇനി ഓരോ പാർട്സ് എടുത്ത് അറ്റാച്ച് ചെയ്യുക. ആദ്യത്തെ കൂടിൻ്റെ അത്രയും കഷ്ടപ്പാടില്ല ഇതിന്. കുറച്ച് സമയം കൊണ്ട് അസംബിൾ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ടാക്കയുടെ കൂട് നമ്മൾ പുതുപുത്തനാക്കി. ഇനി നമുക്ക് ഫുഡ് ബൗളിൽ ഫുഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ കൊടുക്കുന്നത് സീഡ് മിക്സ് ആട്ടോ. ഇതിൽ ഒരുപാട് ടൈപ്പ് സീഡ്സ് വരുന്നുണ്ട്. ഞങ്ങളിത് ആമസോണിൽ നിന്നാട്ടോ ഓർഡർ ചെയ്തത്. രാവിലെയും രാത്രിയാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കാറ്. ഇതിനു പുറമെ ഇടയ്ക്ക് ക്യാരറ്റ് കട്ട് ചെയ്തതും ബോയിൽഡ് എഗ്ഗ് വൈറ്റും കൊടുക്കാട്ടോ. ഈ ഹാംസ്റ്റേഴ്സിൻ്റെ ചീക്കിൻ്റെ ഉള്ളിൽ പൗച്ചസ് ഉണ്ട്. അതിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇവരുടെ ചീക്സ് വീർത്തിരിക്കൂട്ടോ ഒരുപാട് ഫുഡ് നിറയുമ്പോൾ. അന്നേരം കാണാൻ നല്ല രസമാണ്. ഈ വാട്ടർ ബോട്ടിൽസിൽ വെള്ളം ഫില്ല് ചെയ്യണേ. അങ്ങനെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ ഹാംസ്റ്റേഴ്സിൻ്റെ കൂട് റെഡിയായി. ഇനി ഓരോന്നിനെ പിടിച്ച് കൂട്ടിലിടാം. ഇതൊക്കെ പെട്ടെന്നാണ് ചെയ്തത്, കാരണം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. നമ്മുടെ ഹാംസ്റ്റേഴ്സ് കുട്ടന്മാർക്ക് കൂട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഹാംസ്റ്റേഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. അപ്പം ബൈ.